Good morning, students. Today I am going to teach Political Science class 8. We are going to study a new lesson, Understanding Laws. What is rule of law? Rule of law means that all laws apply equally to all citizens of the country, and no one can be above the law. Rule of law എന്ന് പറഞ്ഞാൽ all laws apply, എല്ലാ നിയമങ്ങളും ഈക്വലി ടു ഓൾ സിറ്റിസൺസ്, എല്ലാ പൗരന്മാർക്കും തുല്യമായി ബാധകമാണ്. എല്ലാ നിയമങ്ങളും എല്ലാ ആളുകൾക്കും തുല്യമായി ബാധകമാണ്. ആരും നിയമത്തിന് മുന്നിലല്ല, ആരും നിയമത്തിന്റെ മുന്നിലല്ല. No one can be above the law. Okay? The rule of law means that all laws apply equally to all citizens of the country, and no one can be above the law. Okay? Well, the law cannot discriminate between persons on the basis of their religion, caste or gender. നിയമം എന്ന് പറയുന്നത് എന്താണ്? റിലീജിയനും കാസ്റ്റും ജെൻഡറും ഇന്നും ഒരു വ്യത്യാസമില്ല. വ്യത്യാസമില്ല. അതായത് ആരെയും ഇതൊക്കെ പറഞ്ഞ് ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ എനി ക്രൈം ഓർ വയലേഷൻ ഓഫ് ലോസ് ഹാസ് എ സ്പെസിഫിക് പണിഷ്മെന്റ്. എന്ത് ക്രൈം ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും അതിന് സ്പെസിഫിക് ആയിട്ട് പണിഷ്മെന്റ്, ഒരു ശിക്ഷ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റൂൾ ഓഫ് ലോ മീൻസ് ദാറ്റ് all laws apply equally to all citizens of the country, and no one can be above the law. Okay? In ancient India, അതായത് പുരാതന ഇന്ത്യയിൽ എല്ലാവർക്കും ബാധകമല്ലാത്ത രീതി, തുല്യമല്ലാത്ത രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുരാതന. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഇൻ സം കേസസ് ദ പണിഷ്മെന്റ് ദാറ്റ് two persons received for the same crime vary depending on their caste backgrounds, with lower caste being more harshly punished, penalized. അപ്പോൾ എന്താന്ന് നോക്കിയേ, അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ കൊടുക്കുകയോ അവരുടെ ജാതി പശ്ചാത്തലത്തെ ആശ്രയിച്ച് ഒരേ കുറ്റത്തിനുള്ള ശിക്ഷ വ്യത്യാസപ്പെട്ടിരുന്നു പണ്ട് കാലത്ത്, അല്ലേ? Then it is often believed that it was the British colonialists who introduced the rule of law in India. അപ്പം അതായത് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ ഇന്ത്യയിൽ നിയമവാഴ്ച അവതരിപ്പിച്ചു, അതായത് കൊളോണിയൽ നിയമം. ഹിസ്റ്റോറിയൻസ് ഹാവ് ഡിസ്പ്യൂട്ടഡ് ദീസ് claim on several grounds, two of which include first that colonial law was arbitrary, and second that the Indian nationalists played a prominent role in the development of legal sphere in British India. ഓക്കെ, അപ്പോൾ എന്താണ് കൊളോണിയൽ നിയമം? അതായത് ഏകപക്ഷീയമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഈ നിയമങ്ങളൊക്കെ ഏകപക്ഷീയമായിരുന്നു. നിയമരംഗത്തിൻ്റെ വികാസത്തിൽ ഇന്ത്യൻ ദേശീയവാദികൾ, അപ്പം ഇതിനകത്ത് ദേശീയവാദികൾ പ്രധാനമായിട്ടും ഒരു പങ്ക് വഹിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഒരു നിയമമാണ് ഏതാന്ന് നോക്കിയേ. ഫോർ എക്സാമ്പിൾ, ഓഫ് ആർബിറ്ററി സ്റ്റാറ്റ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ആസ് പാർട്ട് ഓഫ് ബ്രിട്ടീഷ് ലോ ഈസ് ദ സെഡിഷൻ ആക്ട് of 1870. The idea of sedition was very broadly understood with this act. Any person protesting or criticizing the British government could be arrested without due trial. അതായത് 1870 രാജ്യദ്രോഹ നിയമം, സെഡിഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ നിയമം, അത് ഏകപക്ഷീയമായിരുന്നു. ഈ നിയമപ്രകാരം ബ്രിട്ടീഷ് സർക്കാരിനെ പ്രതിഷേധിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ഒരാളെ ശരിയായ വിചാരണ കൂടാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. അതാണ്
സെഡിഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരെ എതിർക്കുന്ന ആരെയും വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നവരെ വിചാരണ കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുമെന്നാണ് ഈ ആക്റ്റിൽ പറയുന്നത്. ദെൻ ഇന്ത്യൻ നാഷണലിസ്റ്റ് ബിഗാൻ പ്രൊട്ടസ്റ്റിംഗ് ആൻഡ് ക്രിട്ടിസൈസിങ് ദിസ് ആർബിറ്ററി യൂസ് ഓഫ് അതോറിറ്റി ബൈ ദ ബ്രിട്ടീഷ്. അപ്പം ഇന്ത്യൻ ദേശീയവാദികൾ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു. അവർ കൂടുതൽ സമത്വത്തിനു വേണ്ടി പോരാടുവാനായിട്ട് തുടങ്ങി. ഓക്കെ, they also began fighting for greater equality and wanted to change the idea of law from a set of rules that they were forced to obey to law as including ideas of justice. അപ്പം എന്താ അവർ പറഞ്ഞേ? എന്താണ്? അപ്പം ഈ നിയമത്തിൽ നിന്നും, ഈ നിയമങ്ങളൊക്കെ ഇല്ലേ, ആ നിയമത്തിൽ നിന്നും നീതിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നിയമങ്ങളിലേക്ക് മാറ്റാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ബൈ ദ എൻഡ് ഓഫ് ദ 19th century the Indian legal profession also began emerging and demanded respect in colonial courts. അപ്പോൾ എന്താണ്? 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ നിയമപരമായ തൊഴിൽ ഉയർന്നു വന്നു അല്ലേ? ഇന്ത്യക്കാരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉപയോഗിച്ച് കൊളോണിയൽ കോടതിയിൽ കോടതിയിലേക്ക് അവർ ആവശ്യപ്പെട്ടു നിയമങ്ങൾ മാറ്റിക്കൊണ്ടുവരാനായിട്ട്. അതിനുവേണ്ടി ഇന്ത്യൻ ജഡ്ജസ് ഹാസ് ഓൾസോ ബിഗാൻ ടു പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. അപ്പോൾ തീരുമാനമെടുക്കുന്നതിൽ ഇന്ത്യൻ ജഡ്ജിമാർ കൂടുതൽ പങ്ക് വഹിച്ചു. അപ്പം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരിക അല്ലേ, അതിനു വേണ്ടിയിട്ടായിരുന്നു അവർ ആഗ്രഹിച്ചത്. ദെൻ അങ്ങനെയുള്ള ഒരു നിയമമാണ് പുതുതായിട്ട് വന്നത്, ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം. 2005 നിയമം പുതുതായിട്ട് കൊണ്ടുവന്നു. ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് 2005. അക്കോർഡിംഗ് ടു ദിസ് ന്യൂ ലോ, സൺസ്, ഡോട്ടേഴ്സ് ആൻഡ് ദെയർ മദേഴ്സ് ക്യാൻ ഗെറ്റ് അൺഈക്വൽ ഷെയർ ഓഫ് ഫാമിലി പ്രോപ്പർട്ടി. ഈ നിയമം അനുസരിച്ച് പുത്രന്മാർക്കും പെൺകുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും കുടുംബസ്വത്തിൽ തുല്യമായ പങ്ക് ലഭിച്ചു. ഓക്കെ, ദെൻ ഹൗ ഡു ന്യൂ ലോസ് കം എബൌട്ട്? ഇനി എന്താ പുതിയ നിയമങ്ങൾ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ദ പാർലമെൻറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മേക്കിംഗ് ലോസ്. നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ പാർലമെൻറ്റിന് ഒരു പ്രധാന പങ്കുണ്ട്. ഓക്കെ, ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് പാർലമെൻറ്റ് ഈസ് ടു ബി സെൻസിറ്റീവ് ടു ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പീപ്പിൾ. അപ്പം ആളുകളുടെ പ്രശ്നങ്ങളെ നേരിടുക, അവർക്ക് നേരിടുക എന്നാണ് പാർലമെൻറ്റിൻ്റെ പ്രധാനമായ ഒരു പങ്ക്. അതിനു വേണ്ടിയുണ്ടായ ഒരു നിയമമാണ് ഗാർഹിക പീഡനം, അതായത് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പം ഡൊമസ്റ്റിക് വയലൻസ് റെഫേഴ്സ് ടു ദ ഇഞ്ചുറി ഓർ ഹാം ഓർ threat of injury or harm caused by the adult male, usually the husband, against his wife. അപ്പോൾ എന്താണ് ഈ ഗാർഹിക പീഡന നിയമം എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്രായപൂർത്തിയായ ഒരു പുരുഷൻ, അതായത് ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിനെതിരായിട്ട് അവർക്ക് പരാതിപ്പെടാനായിട്ടുള്ള അവകാശമുണ്ട്. അപ്പം ഭാര്യയെ ശാരീരികമായി മർദ്ദിക്കുകയോ വൈകാരികമായി അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള സ്ത്രീ സംരക്ഷണത്തിലുള്ള നിയമങ്ങൾ 2005 കൊണ്ടുവന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് അൺപോപ്പുലർ ആൻഡ് കോൺട്രവേഴ്ഷ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനപ്രിയമല്ലാത്തതും വിവാദവുമായ നിയമങ്ങളാണ് ഇത് പറയുന്നത്. ഈ കോൺട്രവേഴ്ഷ്യൽ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഗ്രൂപ്പിനെ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ, ദ ലോ ദാറ്റ് ഫേവേഴ്സ് വൺ ഗ്രൂപ്പ് ആൻഡ് ഡിസ്റിഗാർഡ്സ് ദ അതർ ഈസ് നോൺ ആസ് കോൺട്രവേഴ്ഷ്യൽ ലോ എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പിനെ അനുകൂലിക്കുകയോ മറ്റൊരു വിഭാഗത്തെ അവഗണിക്കുകയോ ചെയ്യുന്ന നിയമത്തെയാണ് വിവാദ നിയമമെന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് എ ലോ ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂവൻ്റ്ലി വാലിഡ് ആൻഡ് ഹെൻസ് ലീഗൽ. അതായത് ചിലപ്പോൾ വളരെ ജനപ്രിയമായ നിയമങ്ങളൊക്കെ ഈ പാർലമെൻറ്റിന് പാസ്സാക്കാൻ പറ്റും. എന്നാൽ ചിലപ്പോൾ
എന്താണ് സംഭവിക്കുന്നതെങ്കിൽ ബട്ട് ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ടു ബി അൺപോപ്പുലർ ആൻഡ് അൺഅക്സെപ്റ്റബിൾ to people because they feel that the intention behind it is unfair and harmful. അതായത് ചില നിയമങ്ങൾ ജനകീയമല്ലാത്തതും സ്വീകാര്യമല്ലാത്തതുമായിട്ടുള്ള നിയമങ്ങൾ ചിലപ്പം പാർലമെൻറ്റ് പാസ്സാക്കാനിടയുണ്ട്. ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം അന്യായം ദോഷകരമാണ്. അങ്ങനെ വരുമ്പോൾ ആളുകൾ ഈ നിയമത്തെ എന്താ ചെയ്യും? വിമർശിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? ഹെൻസ് പീപ്പിൾ മൈറ്റ് criticize this law, hold public meetings, write about it in newspapers, report to TV news channels, etc. അപ്പം ആളുകൾ ഈ നിയമത്തെ വിമർശിക്കുകയോ പൊതുയോഗങ്ങൾ നടത്തുകയോ പത്രത്തിലൊക്കെ എഴുതുകയോ TV ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ഒരു ജനാധിപത്യത്തിൽ എന്താണ് പാർലമെൻറ്റ് രൂപപ്പെടുത്തിയ അതായത് നിയമങ്ങൾ അംഗീകരിക്കാൻ പൗരന്മാർക്ക് മനസ്സില്ലായെങ്കിൽ എന്താണ് അവരിതുപോലൊക്കെ റിപ്പോർട്ടുകളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി വെൻ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ബിഗാൻ ടു ഫീൽ ദാറ്റ് എ റോങ് ലോ ഹാസ് ബീൻ പാസ്ഡ് ദെൻ ദെയർ ഈസ് പ്രഷർ ഓൺ ദ പാർലമെൻറ്റ് ടു ചേഞ്ച് ദിസ്. അപ്പോൾ തെറ്റായ നിയമമാണ് എങ്കിൽ അതായത് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് എങ്കിൽ അത് മാറ്റാനായിട്ട് പാർലമെൻറ്റ് സമ്മർദ്ദം ചെലുത്താനായിട്ട് സാധിക്കും. അപ്പം നിയമം ഒരു ഗ്രൂപ്പിനെ അനുകൂലിക്കുകയും മറ്റു വിഭാഗത്തെ അവഗണിക്കുകയും ചെയ്താൽ അത് വിവാദമായ സംഘട്ടനത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, കോൺഫ്ലിക്ട്സ് ഡേ. ദ ലോ ഫേവേഴ്സ് വൺ ഗ്രൂപ്പ് ആൻഡ് ഡിസ്റിഗാർഡ്സ് ദ അതർ. ഇറ്റ് വിൽ ബി കോൺട്രവേഴ്ഷ്യൽ ആൻഡ് ലീഡ് ടു കോൺഫ്ലിക്റ്റ്. അത് വലിയ സംഘടനത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പം നിയമങ്ങൾ ഭരണഘടന പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തിയാൽ നിയമങ്ങൾ പരിഷ്കരിക്കാനോ റദ്ദാക്കുവാനോ കോടതിക്ക് അധികാരമുണ്ട്. അപ്പം ക്യാൻസൽ ചെയ്യുന്നതിനോ കോർട്ടിന് ദ കോർട്ട് ഹാസ് ദ പവർ ടു മോഡിഫൈ ഓർ ക്യാൻസൽ ലോസ് ഇഫ് ഇറ്റ് ഫൈൻഡ്സ് ദാറ്റ് ദേ ഡോണ്ട് അഡ്ഹിയർ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നിയമങ്ങൾ ഭരണഘടന പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തിയാൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ കോടതിയിൽ അധികാരമുണ്ട്. അപ്പം ഓക്കെ, വി നീഡ് ടു റിമെമ്പർ ദാറ്റ് അവർ റോൾ ആസ് സിറ്റിസൺസ് ഡസ് നോട്ട് എൻഡ് വിത്ത് എലക്റ്റിംഗ് അവർ റെപ്രസെൻറ്റേറ്റീവ്സ്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ പൗരന്മാരുടെ പങ്ക് അവസാനിക്കുന്നില്ല. ഇപ്പോൾ എം പിമാരുടെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും MPs ആൻഡ് ക്രിട്ടിസൈസ് ദ ആക്ഷൻസ് വെൻ വി ഫീൽ ഇറ്റ് ഈസ് റിക്വയർഡ്. ഇപ്പോൾ MPമാരുടെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും ആവശ്യമെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിമർശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ആളുകൾക്ക് അന്യായമായ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാനായിട്ട് പ്രതിഷേധിക്കുവാനായിട്ട് അവകാശമുണ്ട്, അല്ലേ? ഓക്കെ.